പ്രതിപക്ഷം തെരുവിലോ എന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇന്നിപ്പോൾ വിവിധ രൂപത്തിലുള്ള സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു സംസ്ഥാനം. തീർച്ചയായും ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. ഏതൊരു ചെറിയ വിഷയം പോലും വലിയൊരു രാഷ്ട്രീയ വിഷയമായി പരിണമിച്ചേക്കാവുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്? ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളും വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ സർക്കാർ ഇപ്പോൾ ഈ നിമിഷത്തിൽ പ്രതിരോധത്തിലുമാണ്. പൂക്കോടാണ് കാരണം. ഇതിൽ രണ്ടു വിഷയങ്ങൾ നേരിട്ട് ജനങ്ങളുടെ വൈകാരികമായ ഒരു തലത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ മൂന്നാമത്തേത് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് അവരുടെ ജീവിതത്തെ തന്നെ തൊട്ടുഴിഞ്ഞുകൊണ്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ വൈകാരികമായും സാമ്പത്തികമായും ബാധിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ പ്രതിപക്ഷം തെരുവിലിറങ്ങുക തന്നെ വേണം എന്നതാണ്. നമ്മൾ ആദ്യ വിഷയത്തിലേക്ക് വന്നാൽ പൂക്കോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു വരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ സമരം, ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ, നമ്മൾ മാധ്യമപ്രവർത്തകരടക്കമുള്ളവരുടെ തത്സമയ റിപ്പോർട്ടിങ്ങുകൾ, ഇതിനെയൊക്കെ തുടർന്നാണ് ഇപ്പോൾ 18 ദിവസത്തിനു ശേഷം ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ സർക്കാർ നിർബന്ധിതരായിരിക്കുന്നത്. പോലീസ് തന്നെ ഈ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന സൂചന പ്രകാരം 120B ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നേരെ ആ ഹോസ്റ്റലിൽ അന്ന് ഇതിന് സാക്ഷ്യം വഹിക്കുകയോ നേരിട്ട് പങ്കാളികളാവുകയോ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കുമെതിരെ നടപടി വരുന്നു. മർദ്ദിച്ച വിദ്യാർത്ഥികളെ അടുത്ത 3 വർഷത്തേക്ക് പൂർണ്ണമായും ഡീബാർ ചെയ്യുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഡീബാർ ചെയ്യുന്ന തരത്തിലൊരു ശിക്ഷാവിധി വന്നിരിക്കുന്നു. ഗുരുതരമായ ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നാളുകൾക്കു ശേഷം, 3ാമത്തെ ആഴ്ചയാകാൻ പോകുന്നതിന് ശേഷമാണ് ഇതിന് ഉത്തരവാദിത്വപ്പെട്ട ഡീനെതിരെയും അസിസ്റ്റന്റ് വാർഡനെതിരെയും നടപടി ഉണ്ടാകാൻ പോകുന്നത്. നോക്കൂ, ഈ പൂക്കോട് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരുന്ന വിവരം ഇതൊരു റാഗിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് ഇതൊരു റാഗിംഗ് അല്ലെന്നും അതിനൊരു ആൾക്കൂട്ട വിചാരണയുടെ സ്വഭാവമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ ആൾക്കൂട്ട വിചാരണ ബോധപൂർവം അവർ സംഘടിതമായി നടത്തിയതാണ് എന്നതാണ് ഇന്നിപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട്ടിലേക്ക് ഉത്സവത്തിൽ പങ്കെടുക്കാൻ മടങ്ങിയിരുന്ന ഈ സിദ്ധാർത്ഥനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതടക്കം അതിനകത്തെ ആസൂത്രിതമായൊരു ഗൂഢാലോചന കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇപ്പോൾ പോലീസും അന്വേഷിക്കുന്നത്. ഈ പ്രതിപക്ഷം തെരുവിലിറങ്ങിയതിൻ്റെ ഭാഗമായി കൂടിയാണ് പോലീസിന് ഇത്തരത്തിൽ ഈ 120B ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾക്കാർക്കും തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണ് പൂക്കോട് നിന്നും നമ്മൾ കേട്ടത്. നമ്മൾ സാധാരണ കാപ്പ് പഞ്ചായത്തുകളെ കുറിച്ച് പറയാറുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഇത്തരത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന ആൾക്കൂട്ടങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. കേരളത്തിൽ തന്നെ നമ്മൾ മധുവിൻ്റെ കാര്യം അനുസ്മരിക്കുകയുണ്ടായി. ഇത്തരം ആൾക്കൂട്ടങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഘടനയുടെ പിന്തുണയുണ്ടെങ്കിൽ, ആ പിന്തുണ നൽകുന്ന സംഘടനയുടെ രാഷ്ട്രീയ കക്ഷി ഭരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അന്വേഷണം അട്ടിമറിക്കപ്പെടുക എന്നുള്ളതിന് ഒട്ടേറെ തെളിവുകളുണ്ട്. ഈ കേസിലും സ്ഥലത്തെ മുൻ MLA അടക്കം ഇടപെട്ടിരുന്നു എന്നുള്ളതിനും അദ്ദേഹം മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക്, അഥവാ കോടതിയിൽ അദ്ദേഹം ഈ സമയത്ത് അവിടെ എത്തിയിരുന്നു എന്നുള്ളതിനും ഈ വിഷയം DVSPയുമായി സംസാരിച്ചു എന്നുള്ളതിനും ഒക്കെ തെളിവുകൾ നമ്മുടെ പക്കലുണ്ട്. അത് അദ്ദേഹത്തിന് ഒടുവിൽ സമ്മതിക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ മറ്റൊരു സാധാരണ ആത്മഹത്യാ വിഷയമായി, ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊരു മറ്റൊരു ആത്മഹത്യാ വിഷയമായി നിർദ്ദയം തള്ളപ്പെട്ടു പോകുമായിരുന്നു, നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറയുമായിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഴ്ച ആ വിദ്യാർത്ഥിക്ക് സംഭവിക്കുകയാണെങ്കിൽ നിയമവാഴ്ചയ്ക്കുപരിയായി അവിടെ ഇത്തരം കാപ്പ് പഞ്ചായത്തുകൾ ആ കോളേജിൻ്റെ റൂൾ നമ്പർ 21ലും 36ലും ഉണ്ടാകുമായിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം സ്മൃതി, ഇത് പൂക്കോട് വെറ്റിനറി കോളേജിലെ മാത്രം സംഭവമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കാര്യമടക്കം, MG കോളേജിൻ്റെ കാര്യമടക്കം. ഇന്നിപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത, കോളേജിനു സമീപത്തെ ഒഴിഞ്ഞുകിടക്കുന്നൊരു വീടാണ് ഇത്തരം ഇടിമുറിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരുതരം കോൺസെൻട്രേഷൻ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ഫാഷിസ്റ്റായിട്ടുള്ള ഒരു മനോഗതിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആൾക്കൂട്ടം എന്നുള്ളത്, ഒരു മോബ് എന്നുള്ളത് എപ്പോഴും ഒരു പൊട്ടൻഷ്യലായി വയലൻ്റായ ഒരു ഹേർഡായിട്ട് മാറുന്നുണ്ട്. അപ്പം തൊട്ടുമുന്നിലിരിക്കുന്ന ദുർബലനായ വ്യക്തിയെ ആൾക്കൂട്ടത്തിൻ്റെ ബലത്തിൽ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. 19 മുറിവുകളാണ് സിദ്ധാർത്ഥൻ്റെ ശരീരത്തിലുള്ളത് എന്നത് ഓർമ്മിക്കണം. അതിൽ പലതും 1.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള മുറിവുകളാണ്. ബെൽറ്റ് കൊണ്ടും ഈ ഗ്ലൂഗണ്ണിൻ്റെ വയറുകൊണ്ടുമെല്ലാം ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ എന്താണ് ധരിക്കുന്നത്? തങ്ങളിൽപ്പെട്ട ഒരാളെയാണ് മർദ്ദിക്കുന്നത്. അതിൻ്റെ കാരണം എന്തോ ആവട്ടെ, അതൊരു പരാതിയായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ പരാതി ബന്ധപ്പെട്ട സെല്ലുകളിലേക്ക് കൈമാറുന്നതിന് പകരം തങ്ങൾ തീർപ്പ് കൽപ്പിച്ചുകൊള്ളാമെന്നുള്ള ആത്മവിശ്വാസം, അങ്ങനെ തല്ലിയാലും കുഴപ്പമില്ലെന്നുള്ള ആത്മവിശ്വാസം,
ഒരു രാത്രി മുഴുവൻ പീഡിപ്പിക്കാനുള്ള ആത്മവിശ്വാസം ലഭിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഒരു ഭരണകക്ഷിയുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ്. അതിലൊരു സംശയവും നമുക്ക് വേണ്ട. അതുകൊണ്ട് പ്രതിപക്ഷം തെരുവിലിറങ്ങിയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നാളെ വിദ്യാഭ്യാസം എന്താണ്, അതിനുശേഷം സംസ്ഥാന വ്യാപകമായി ഒരു പ്രതിഷേധാഗ്നി എന്ന ഒരു സമരപരിപാടി UDF ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കൂടി സജീവമാകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും തെരുവുകളിൽ ഇതൊരു വലിയ വിഷയമായി തന്നെ ആളിപ്പടരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അത് നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 5 ജീവനുകളാണ് ഇടുക്കിയിൽ പൊലിഞ്ഞു പോകുന്നത്. സാധാരണക്കാരായ വീട്ടമ്മമാർ, തൊഴിലാളികൾ, കർഷകർ, ഇവരൊക്കെയാണ് വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയരാകുന്നത്. ആ വിഷയവും സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. അത് വയനാട്ടിലും ഇടുക്കിയിലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷം കൃത്യമായി തന്നെ അതിൽ പ്രതിരോധിക്കും. മൂന്നാമത്തേത് സാമ്പത്തികമായ വിഷയമാണ്. ക്ലിഫ് ഹൗസിൽ മരപ്പെട്ടി ഒളിച്ചിരിക്കുന്നു തുടങ്ങിയ വിശദീകരണങ്ങളൊന്നും നൽകിയാൽ ഈ വീട്ടിലെ പട്ടിണി മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ഈ പറയുന്ന പെൻഷൻ 7 മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന വസ്തുത ചെറിയ കാര്യമല്ല. ഇന്ന് ഞാൻ കാസർഗോഡ് കണ്ടൊരു കാഴ്ച, അവിടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒരു വല്യമ്മ പറഞ്ഞത്, മോനെ പ്രഷറും ഷുഗറും ഉണ്ട്, കഴിഞ്ഞ് ഇത്രയും നാളെ 300 രൂപ അവർ മീൻ വിറ്റാൽ കിട്ടും, പക്ഷേ ഈ സർക്കാരിൻ്റെ 1200 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഈ പെൻഷൻ ഈ പ്രഷറിനുള്ള ഗുളികയെങ്കിലും വാങ്ങാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ ഇടറുന്നുണ്ട്. അവർ ഏതെങ്കിലും തരത്തിലൊരു പാർട്ടി സ്പോൺസർ ചെയ്ത് പ്രതികരിച്ചിരിക്കുന്ന ഒരു വീട്ടമ്മയല്ല. വളരെ പ്രായം ചെന്ന ഭർത്താവ് മരിച്ചുപോയ 2 കുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടമ്മയാണ്. അപ്പം ഇതൊരു വൈകാരികമായ തലത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അത് തീർച്ചയായും പ്രതിപക്ഷം തെരുവിൽ സമരം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സർവേയിലടക്കം പ്രതിപക്ഷത്തിൻ്റെ സമരമൊന്നും അത്ര വേണ്ടത്ര രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം സമരം ചെയ്യുന്നത്. ഞാൻ ആ പ്രതിപക്ഷത്തിനോടൊപ്പമാണ്. തെരുവിൽ പ്രതിപക്ഷം സമരം ചെയ്യുക തന്നെ വേണം. അതിന് സർക്കാരും അധികാരികളും മറുപടി പറയുക തന്നെ വേണം. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തുകൊണ്ട് ഇത്ര വൈകി ഈ കാര്യങ്ങൾ അറിയാൻ? ഇന്ന് നമ്മൾ പുറത്തുവിട്ട ഡീനിൻ്റെ ശബ്ദരേഖയിൽ ഇതൊരു പ്രത്യേക കേസാണെന്ന് പറയുന്നതിലൂടെ ഡീൻ ഈ വിവരത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഡീൻ എന്തുകൊണ്ട് അതിനെതിരെ നടപടിയെടുത്തില്ല? ഡീൻ എന്തുകൊണ്ടാണ് ഈ SFI പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചത്? ഈ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുള്ള ബലം നൽകിയിരിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം സ്മൃതി. ഇന്ന് VC നിരത്തിയ നമ്മൾ ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും മാത്രമേ ഈ പരിധിയിൽ കൊണ്ടുവരുന്നുള്ളൂ. VC എന്ന് പറയുന്ന ഈ ശശീന്ദ്രനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മളിൽ എത്ര പേർ ചർച്ച ചെയ്തു എന്നറിയില്ല. 18-ാം തീയതി ഈ സിദ്ധാർത്ഥൻ മരിച്ചു കിടക്കുമ്പോൾ ആ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ അവരുടെ പ്രൊമോഷന് വേണ്ടുന്ന അഭിമുഖത്തിലായിരുന്നു. അത് നേരത്തെ നിശ്ചയിച്ചതാണ് സ്വാഭാവികമായും. പക്ഷെ മരണവാർത്ത 1:45 കഴിഞ്ഞ ക്യാമ്പസിൽ പടരുമ്പോഴും VC ഈ സംഭവ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. VC അതിന് പറയുന്നത് തങ്ങളുടെ സഹപ്രവർത്തകരുടെ കരിയർ പ്രൊമോഷന് വേണ്ടുന്ന ഇൻ്റർവ്യൂവിലായിരുന്നു ഞാൻ എന്നുള്ളതാണ്. ആ ഒറ്റ കാരണം മതി VC ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാൻ. കഷ്ടിച്ച് 600 വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന VCയുടെ ഹെഡ്ക്വാർട്ടർ ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനത് കണ്ടിരുന്നില്ല. അത് വിവരം പുറത്തു വന്നിരുന്നു. അത് വളരെ ഒന്ന് നോക്കൂ, എത്ര മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിലപാടാണ് ഒരു VC എടുക്കുന്നത്. തൻ്റെ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യക്ക് വിധേയനായി എന്ന് പ്രാഥമിക വിവരം കിട്ടുമ്പോൾ സഹപ്രവർത്തകർക്ക് മാർക്കിടുന്ന തിരക്കിലായിരുന്നു VC എന്നുള്ളത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഒരുപക്ഷെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിഫലനം കൂടിയായി തന്നെ ഞാനതിനെ കാണുന്നു സ്മൃതി. അതുകൊണ്ട് പ്രതിപക്ഷം തെരുവിലാണോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷം തെരുവിലിറങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തെരുവിലിറങ്ങുന്ന പ്രതിപക്ഷത്തിനോടൊപ്പമാണ് നമ്മൾ. Meet the editors.